പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഉണ്ടല്ലോ, പേടിക്കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും സർവ്വസമ്മതമായി നടപ്പാക്കാൻ തയ്യാറാണ്. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒറ്റ സ്വരത്തിൽ ആണ് BJP നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാകുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ LDFന് ഭരണം കിട്ടാൻ ചാൻസ് കുറവാണ്. കിട്ടിയെങ്കിൽ തന്നെ ഈ ഭരണ വികസനം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പോകാതെ ഈ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ കുറേ കാര്യങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയാനുണ്ട്. ചില വ്യക്തികൾ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ താങ്കൾ ഒരു വലിയ ആരോപണം നടത്തിയിരുന്നു, പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം നടത്തിയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാര്യം? മോദി സർക്കാർ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് വികസനം നടത്താണ്. ആ മോദി സർക്കാരിൻ്റെ വികസനം എൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജനങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുത്തണം. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മുടെ ചികിത്സാ സഹായമായി ഒരുപാട് സംഖ്യകൾ 13 കോടി രൂപ യാതൊരു പ്രശ്നമില്ലാതെ 5000 കുടുംബങ്ങൾക്ക് 5000 പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ അത്ഭുതകരമായ ഒരു മാറ്റം. നിലവിലുണ്ടായിരുന്ന LDF സ്ഥാനാർത്ഥി വളരെ ഏറെ വോട്ടുകൾ പരാജയപ്പെട്ട് പോകാനുണ്ടായി. ആ ഒരു പ്രതിഷേധം എന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. 2 കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് എൻ്റെ കാരണം, മറ്റൊന്ന് തൃശ്ശൂർ പൂരമായിരുന്നു. തൃശൂർ നാട്ടിക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി CC മുകുന്ദനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിലാണ് മത്സരിക്കാൻ പോകുന്നത്. 58 വർഷത്തെ CPI പാരമ്പര്യം വിട്ട് ഈ വർഷം താമര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അതിൽ പറയാനുള്ളതൊരു സംഘടനാപരമായ ചില വ്യത്യാസങ്ങളുണ്ടായി. ഉണ്ടാകാനുള്ള കാരണം 58 വർഷമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് അംഗമായി പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു സംഘടന ചുമതല എന്ന നിലയിലുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ ക്ഷമയോടെയാണ് പ്രസ്ഥാനത്തിനകത്ത് നിലനിന്നിരുന്നത്. കുറച്ച് കാലങ്ങളായി എന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ചില വ്യക്തികൾക്ക് തുടങ്ങി. അത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് അങ്ങനെ വ്യത്യാസം ഉണ്ടായത്. നിലവിലുണ്ടായിരുന്ന LDF സ്ഥാനാർത്ഥി വളരെ ഏറെ വോട്ടുകൾ പരാജയപ്പെട്ട് പോകാനുണ്ടായി. ആ ഒരു പ്രതിഷേധം എന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. 2 കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് എൻ്റെ കാരണം, മറ്റൊന്ന് തൃശ്ശൂർ പൂരമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിപ്പോൾ തൃശ്ശൂർ പൂരമാണ് ഇപ്പോൾ കയറി. പിന്നെ അത് മാത്രമല്ല കള്ളോട്ട് ചേർത്തി എന്നൊരു സമീപനം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി പാർട്ടിയുടെ വ്യത്യാസമായ ആളെന്നെ വ്യത്യാസമായ അഭിപ്രായം ഉണ്ടാക്കി എന്നെ മാറ്റാനുള്ള തീരുമാനം അദ്ദേഹം മുൻകൈയിലാണ് ഇത് വന്നത്. ഇപ്പൊ താങ്കൾ ഒരു വലിയ ആരോപണം നടത്തിയിരുന്നു, പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം നടത്തിയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? പേയ്മെന്റ് സീറ്റ് എന്ന് പറയാനുള്ള കാരണം, ഞാൻ പറയാൻ കാരണമുണ്ടായത്, ഇന്നലെ വരെ വെച്ച് എനിക്ക് അങ്ങനെ ധാരണ ഉണ്ടായിരുന്നില്ല. ഇന്നലെ വരെ 2 ടൈം മത്സരിച്ച ഈ പറഞ്ഞ സ്ത്രീയെ മാറ്റുന്നതിന് നടപടി പാർട്ടി എടുത്തിട്ട് അവരെ ഒഴിവാക്കി. അതിൽ ഒരുപാട് കുറ്റാഭരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ ഒരുപാട് ആൾക്കെന്ന് സംഭാവന മേടിക്കുന്നു, റെസിഡൻറ്റ് വന്ന് സംഭാവന മേടിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ മകളെ 2ാം ടൈമിൽ മകളുടെ ഒരു കല്യാണം ഉണ്ടായി. അവരുടെ മകളെ കല്യാണം, പെൺകുട്ടികളുടെ കല്യാണം, എനിക്ക് 2 പെൺകുട്ടികളാണ്. കല്യാണം കഴിച്ച് കൊടുക്കുന്നതൊന്നും പറയില്ല. പക്ഷേ അമിതമായ സ്വർണം കൊടുത്തിട്ടാണ് കല്യാണം ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിൽ എൻ്റെ മനസ്സിൽ ചില അഭിപ്രായങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, സാധാരണ ഇവർക്ക് പണി പാർട്ടിക്ക് കാശ് പിരിച്ചു കൊടുക്കലാണ്. എനിക്ക് കാശ് പിരിച്ചു കൊടുക്കാൻ കൊടുക്കുക, കോൺട്രാക്ട് പണി എടുക്കുന്നവർക്ക് കാശ് പിരിച്ച് കൊടുക്കണം. അത് ഞാൻ ചെയ്യാറില്ല. എന്തെങ്കിലും ചെറിയ സഹായം കൊടുക്കാമെന്നല്ലാതെ കാശ് പിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് പൂർണ്ണമായി കോൺട്രാക്ടർമാർക്ക് കാശ് പിരിച്ചു കൊടുക്കാൻ കഴിവുള്ളൊരു പെണ്ണ് ഈ പറഞ്ഞ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ നിന്ന് നാട്ടിൽ നിയോജകമണ്ഡലത്തിൽ നിന്ന് തന്നെ 13 ആൾക്കാർ നിർദ്ദേശം കൊടുത്ത് തന്നു. ചെറുപ്പക്കാരിലുണ്ട്, എന്നേക്കാളും പ്രായം കുറഞ്ഞവരുണ്ട്, ഇപ്പോഴുള്ള സ്ഥാനത്ത് പ്രായം കുറഞ്ഞ അവരൊക്കെ പേര് ഉൾക്കൊള്ളാതെ ഒരു പുതിയ ആളെ എടുക്കാനും പകരം എന്നോട് ആൾക്കാരുണ്ട് ഈ മണ്ഡലത്തിൽ. അതെടുക്കാതെ ഈ പറഞ്ഞ സ്ത്രീനെ 3ാം ടൈമും കൊണ്ടുവന്നതിൽ എനിക്ക് സംശയമുണ്ട്. അപ്പം എൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ഓടി വന്ന് ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായത്? CC മുകുന്ദൻ തന്നെയല്ലേ സീറ്റ് തരേണ്ടത്? വ്യത്യാസമായി. അപ്പോൾ എനിക്കറിയില്ല, പാർട്ടിയുടെ നിലപാട് എങ്ങനെ മാറി എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയത് സാമ്പത്തികമായി സഹായം ചെയ്യുന്ന ആരാണ് അവർ സഹായിക്കണമെന്ന് പാർട്ടി പറഞ്ഞു. അതുകൊണ്ട് ഒരു പേയ്മെൻറ്റ് സീറ്റായിരിക്കും എന്ന് പച്ചയായി പറഞ്ഞു. ആ പച്ചയായിട്ട് പറഞ്ഞപ്പോഴാണ് ആ കക്ഷി ഈ പെണ്ണ് എൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചു. മറുപടി അങ്ങനെയാണ് പേയ്മെൻറ്റ് സീറ്റ് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായത്. പേയ്മെന്റ് സീറ്റ് എന്ന് പറഞ്ഞതാണോ പാർട്ടിയെ ചൊടിപ്പിച്ചത്? അതും മുമ്പ് കുറെ അപസ്വരങ്ങളുണ്ടെന്നേ ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ കക്ഷി ഞാൻ ആൾ ഉൾക്കൊള്ളണം. വേറെ ഒരാൾ വന്ന ആൾക്ക് അടിച്ചമർത്തപ്പെടുന്ന സമീപനമാണ്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി കുറേ നാളായി ചിലരോട് താല്പര്യം. ഞാൻ ജാതി പറയുന്നില്ല, ചില ജാതി സ്പിരിറ്റ് ഇതിൻ്റെ അകത്ത് കയറി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്
എന്നെ ഒഴിവാക്കാൻ മനഃപൂർവ്വം തീരുമാനിച്ചത്. ഇത്രയും വർഷക്കാലം CPIയുടെ വക്താവായിരുന്നു, CPI പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ എന്ന ഒരു വ്യക്തി ഇപ്പൊ BJPയിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് തോന്നുന്നത്? കുറച്ച് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള നോട്ടീസൊക്കെ പാർട്ടി തരാനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി എന്നെ ചില പാർട്ടി ലീഡർഷിപ്പ് എന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ചില നിലപാടുകളും സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായി എൻ്റെ മനസ്സിൽ കുറേ നാളായി വേദനകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ വിഷയമായി വന്നപ്പോൾ എന്നെ സഹായിക്കാൻ പല പാർട്ടിക്കാരും ഇത് വിഷയമായിട്ട് ചർച്ച ചെയ്തു. ഞാൻ ഇതിൽ പറയാനുള്ള കാരണം, ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ മത്സരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു തർക്കം കയറി വന്നപ്പോൾ അവരെന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി. അപ്പോൾ ഒഴിവാക്കിയോട് പിന്നെ പല പാർട്ടിക്കാരും എൻ്റെ അടുത്ത് വന്നു, ഞങ്ങളുടെ മത്സരിക്കണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. കോൺഗ്രസ് വന്നു. അതുകൊണ്ട് മറ്റെല്ലാ പാർട്ടിക്കാരും എൻ്റെ അടുത്ത് സമീപിച്ചു. അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ താല്പര്യം, ഞാൻ പറഞ്ഞു നോക്കട്ടെ, ആലോചിക്കാം, എന്തായാലും മത്സരിക്കും. ഞാൻ മത്സരിക്കുന്ന ചോദിച്ചാൽ എന്തിനാണ് മത്സരിക്കുന്നത്? എനിക്ക് കുറേ കാര്യങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയാനുണ്ട്. ചില വ്യക്തികൾ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോരായ്മ പരിഹരിക്കുന്ന ആവശ്യമായ രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നാൽ ഞാൻ വിളിച്ചു പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം എൻ്റെ NDA സ്ഥാനാർത്ഥിയായിട്ട് BJP പാർട്ടി ചേർന്ന് മുന്നോട്ട് പോകാൻ ഞാൻ ആവശ്യം. ഇപ്പൊ ഒരു വാർത്ത വന്നിരുന്നു താങ്കളെ കുറിച്ച്, കോൺഗ്രസിലേക്ക് പോകാൻ നോക്കി എന്നാൽ അതിന് സാധിച്ചില്ല, അതിനുശേഷമാണ് BJPയിലേക്ക് വന്നതെന്ന്. എന്താണ് ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ? ആ വാർത്ത ഇത് ഈ വിഷയമായി ബന്ധപ്പെട്ടുമ്പോൾ എൻ്റെ ഓഫീസിൽ MLA ഓഫീസിൽ നടന്നു. കോൺഗ്രസ് നേതാക്കന്മാർ കയറി വന്നു. അപ്പോൾ മൂന്നാട്ടം പേടിക്കേണ്ട, ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴൊന്നും പറഞ്ഞു അവരോട് പറയാൻ സംസാരിക്കേണ്ടതായിട്ടില്ല, കോൺഗ്രസ് കൂടിയുണ്ട്, ഒരു നമുക്ക് ഡൽഹിയിലൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, പിന്നെ എൻ്റെ കൂട്ടുകാരെന്ന് ആൾക്ക് ചർച്ചയായിട്ടൊന്ന് തീരുമാനിക്കാം. അങ്ങനെ ഒരാൾ വളരെയേറെ ഇടപെട്ടിട്ടാണ് ചില ഇടപെടൽ കോൺഗ്രസ്സിൽ നിന്നുണ്ടായത്. അതുകൊണ്ട് ഞാൻ മുഖ്യമായിട്ടൊന്ന് കോൺഗ്രസ് പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ പാർട്ടികളും, ഈ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല മറ്റെല്ലാ പാർട്ടികളും എന്നെ സമീപിച്ചിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതൊക്കെ ഉണ്ട്. അത് പിന്നെ വേറെ എനിക്കിപ്പോൾ ഈ ഘടകകക്ഷിയിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞു എന്നെ വിളിച്ചവരുണ്ട്, എല്ലാവരും വിളിച്ചു, അത് പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയത് ഇപ്പോൾ നമ്മൾ എൻ്റെ കൂടെ നിൽക്കണം, ഇപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ, ഇപ്പോൾ ഈ നിമിഷം വരെ എൻ്റെ കൂടെ എന്നെ സംരക്ഷിക്കാൻ ഒരു പാർട്ടി ഉണ്ടെന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറയാൻ പറ്റുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടായത്. അതാണ് BJPയുടെ ആശയം. പിന്നെ അത് മാത്രമല്ല, മോദി സർക്കാർ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് വികസനം നടത്താണ്. ആ മോദി സർക്കാരിൻ്റെ വികസനം എൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജനങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുത്തണം. ഞാൻ ചെയ്തേക്കാളും മെച്ചപ്പെട്ട രീതിയിലുള്ള വികസനം ഈ നാട്യ മണ്ഡലത്തിൽ ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉൾക്കൊണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന ഫണ്ട് കൂടി ഉപയോഗിച്ചാൽ നമുക്ക് വലിയൊരു മാറ്റം ഈ നാട്യ നിയോജകമണ്ഡലത്തിൽ പലരും വന്നു പോയിട്ടുണ്ട്. പോരാ, നമുക്ക് വലിയൊരു മാറ്റം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള വലിയ മാറ്റം നമ്മുടെ ഈ പറയുന്ന നാട്യ നിയോജകം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ കൂടി എനിക്കുണ്ട്. ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വരികയാണ്. ഇപ്പം ഈ ഒരു കഴിഞ്ഞ 10 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു നടന്നിരുന്നത്. ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാകുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? ഈ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് LDFന് ഭരണം പോകണമെങ്കിൽ ഈ പറഞ്ഞ അതിജീവിച്ചിട്ട് വേണം കിട്ടണമെങ്കിൽ. ഈ പറഞ്ഞ മറ്റുള്ള പാർട്ടികളുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനം എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ LDFന് ഭരണം കിട്ടാൻ ചാൻസ് കുറവാണ്. കിട്ടിയെങ്കിൽ തന്നെ ഈ ഭരണ വികസനം കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പോകാതെ ഈ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. പിണറായിയുടെ ഭരണത്തെ എങ്ങനെയായിരുന്നു നോക്കിക്കാണുന്നത്? ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു? അല്ല, ഈ ഭരണത്തെക്കുറിച്ച് തന്നെ ഏകാധിപത്യം ഒന്നും പക്ഷേ കുറേയൊക്കെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ വളരെയേറെ പല പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ മനഃപൂർവ്വം നമ്മുടെ ഈ പറഞ്ഞ സർക്കാർ, മുമ്പത്തെ സർക്കാർ നമ്മളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഒരുപാട് പദ്ധതികൾ നമ്മുടെ പ്രദേശത്തുണ്ട്, അതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്ത് നടപ്പാക്കാൻ ചില കുറവുകൾ ചൂണ്ടിക്കാട്ടാൻ ഞാൻ തയ്യാറാണ്. എന്തൊക്കെയാണ് കുറവുകൾ? ഒന്ന്, കടലോരമായി ബന്ധപ്പെട്ടത്, മിനി ഹാർബറുമായി ബന്ധപ്പെട്ടതാണ്. അത് വലിയ പ്രൊജക്റ്റാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു 68 ലക്ഷം രൂപയുടെ സംഖ്യ മാറ്റിവെച്ചു. അത് തുടർന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അതിൻ്റെ കുറേ തടസ്സങ്ങൾ ഉണ്ടാക്കിയത് സർക്കാരിൻ്റെ ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാരാണ്. പലപ്പോഴും അത് നടപ്പാക്കാൻ കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ കടലോരം മുഴുവൻ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അത് മത്സ്യത്തൊഴിലാളി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വിധത്തിലുള്ള ആളാണ് ഞാൻ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അപ്പം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ തന്നെ മറക്കില്ല. ഈ പദ്ധതി നടപ്പാക്കാൻ കേരള സർക്കാർ തീരുമാനിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മന്ത്രിയുണ്ട് സുരേഷ് ഗോപി, കേന്ദ്രമായി, അതിന് മുമ്പ് മന്ത്രിമാർ വന്നിരുന്നു, അവർക്ക് മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മന്ത്രിയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ സഹായങ്ങൾ
നമുക്ക് ചെയ്തു തരാമെന്ന് സുരേഷ് ഗോപി അടക്കം എന്നോട് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രതീക്ഷ. കടലോരം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അങ്ങനെ ജനങ്ങൾക്കൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സർക്കാർ തരുന്ന ഫണ്ടുകൾ MLA-മാർക്ക് കൊടുക്കുന്ന ഫണ്ട് മാത്രം ഉപയോഗിക്കുകയാണ്. അങ്ങനെ പ്രത്യേക രീതിയിലുള്ള ഫണ്ടൊന്നും ഈ LDF സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. MLA ഫണ്ട് പിന്നെ അത് നമ്മുടെ ബഡ്ജറ്റിൽ കൊള്ളിക്കുന്ന 20 പരിപാടികൾ അതൊക്കെ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു സാമർഥ്യം കൊണ്ട് ചില പദ്ധതികൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ കാലത്തെ പദ്ധതികളെ വെച്ച് പരിശോധിച്ചപ്പോൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളൂ ഈ 10 വർഷം മുമ്പ്. അപ്പോൾ ആ പദ്ധതികളൊക്കെ പോയി എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഈ കുറേ പദ്ധതികൾ ഈ പറയുന്ന നാട്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞത്. അതെൻ്റെ ശ്രമം മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടാകുന്ന PM-മാരുടെ ശ്രമഫലമായി വലിയ പദ്ധതികൾക്ക് സഹായമായ നിലപാടെടുക്കുക. ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ പ്ലാന്റ്, ഈ മിനി ഹാർബർ, പിന്നെ ഒന്ന് നമ്മൾ നമ്മുടെ കടലോര പ്രദേശങ്ങളുടെ സൗന്ദര്യവൽക്കരണം, 2, 3 ഈ പ്രദേശത്തുള്ള ആരോഗ്യ സംരക്ഷണമായി ബന്ധമുള്ള ആശുപത്രികൾ പുനഃജീവൻ കൊടുക്കുക, അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നുള്ളത് പടിഞ്ഞാറ് കിഴക്കൻ മേഖലയിലെ ഒരു പ്രത്യേകത നമ്മുടെ കൃഷി മേഖലയാണ്, നെൽകൃഷിയാണ്. ആ നെൽകൃഷിക്കാർ എപ്പോഴും പരാതിയാണ് നെൽകൃഷിയുടെ മേഖലയിലൊക്കെ നെല്ലിനെ കാശ് കിട്ടുന്നില്ല, നെല്ല് അപകടസ്ഥിതിയിൽ പോക്കുന്നതാണ്, സബ്സിഡി ഒരുപാട് വിഷയങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവരെ സ്വയം സംരക്ഷണം എന്ന നിലയിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അത് സ്വയം കൃഷിക്കാരൻ്റെ പ്രയാസം പരിഹരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ നെല്ല് സംരക്ഷിച്ച് നമുക്ക് ഭക്ഷണം അരിയാണല്ലോ, അത് എടുത്ത് നമുക്ക് അപ്പം തന്നെ അരിയാക്കി നമ്മുടെ മണ്ഡലത്തിൽ കൊടുത്ത് ബാക്കിയുള്ള അരി നമുക്ക് പുറത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആവശ്യമായ നടപടികൾക്ക് രൂപം ഉദ്യോഗസ്ഥന്മാരൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. നടപ്പാക്കാൻ കഴിയുമെന്ന് എൻ്റെ പ്രതീക്ഷ. അതിൻ്റെ അപ്പുറത്ത് മരം ആണ്, നമ്മുടെ ചേർപ്പ് മേഖല, മരമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, പിന്നെ സ്വർണം, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പദ്ധതികൾ ആവശ്യമായിട്ട് നടപ്പാക്കാൻ നമ്മൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മണ്ഡലത്തിൽ ഇനി കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടെ നമുക്ക് മെച്ചപ്പെട്ട ഒരു വരുമ്പോൾ കേന്ദ്ര സർക്കാർ മോദി സർക്കാരിൻ്റെ വികസനം ആണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് മുന്നോട്ട് പോകാം. ഇടതുപക്ഷ മുന്നണി സർക്കാർ ഒരുപാട് കാലം പറഞ്ഞാൽ അത് കൊടുത്ത് മറ്റേ താരതമ്യം അതൊക്കെ ഉണ്ടാവട്ടെ, ഇപ്പോഴും അത് മുഴുവനായി തീർന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നാട്ടികയിലെ നിലവിലെ സിറ്റിംഗ് MLA ആണ് താങ്കൾ. ഇതുവരെയുള്ള നാട്ടികയിലെ വികസനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഇലക്ഷനിലേക്ക് കടക്കുമ്പോൾ നാട്ടികയിലെ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അങ്ങനെ പറഞ്ഞു വരുമ്പോൾ മുമ്പ് 2 ടേം മത്സരിച്ച ഒരു സ്ത്രീ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. അവർ 10 വർഷം കൊണ്ട് എന്താണ് ഇവിടെ ചെയ്തത്, അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ടേമിൽ കിട്ടിയപ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ ഒരുപാട് വർക്കുകൾ ഞാൻ എടുത്ത് പറഞ്ഞ പോലെ ഒരുപാട് വർക്കുകൾക്ക് രൂപം ഭാവം നൽകിയിട്ടുണ്ട്. അതൊക്കെ വലിയ മനസ്സിൽ അപ്പോൾ ഒരു സപ്ലിമെൻ്റ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഈ മണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ച് പലരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. CPI പറഞ്ഞൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു, അവരൊന്നും ചെയ്തിട്ടില്ല. 5 വർഷക്കാലമായിട്ട് എൻ്റെ കൂടെ നിൽക്കുക പോലും ചെയ്തിട്ടില്ല. നിന്ന പല പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ വന്ന് അവർക്ക് സന്തോഷമാണ്. എൻ്റെ അടുത്ത് ഒരാൾക്കാരും MLA ഓഫീസിൻ്റെ സമരം നടത്തിയിട്ടില്ല. എന്നുവെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ അപ്പാപ്പ ഇടപെട്ട് ചെയ്തു കൊടുക്കലാണ്. പിന്നെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മുടെ ചികിത്സ സഹായമായി ഒരുപാട് സംഖ്യകൾ 13 കോടി രൂപ യാതൊരു പ്രശ്നമില്ലാതെ 5000 കുടുംബങ്ങൾക്ക് 5000 പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ അത്ഭുതകരമായൊരു മാറ്റം ഈ മണ്ഡലത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ളത്. അത് ഞാൻ മാത്രമല്ല, എൻ്റെ PM-മാർ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയൊരു മാറ്റം ഉണ്ടാക്കിയത്. അതൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ LDF പറയുന്നത്. വേണ്ട, ഒന്നും ചെയ്തിട്ടില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ LDF നിൽക്കുന്ന പാർട്ടിക്കാർ ഒന്നും ചെയ്യണ്ടേ, അതിന് പറയാൻ പറ്റുമോ? അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരുപാട് പരാതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുള്ളൂ. എന്തുകൊണ്ടും LDF-ൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്ന് BJP-യിലേക്ക് വരുമ്പോൾ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും. നന്നായി ഒരുപാട് പ്രയാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒറ്റ സ്വരത്തിൽ ആണ് BJP നമ്മുടെ കൂടെ നിൽക്കുന്നത്, NDA-യും. ആ രീതിയിലേക്ക് നമുക്ക് ആവശ്യമായ സഹായങ്ങൾ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഉണ്ടല്ലോ, പേടിക്കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും സർവ്വസമ്മതമായി നടപ്പാക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിൽ നമുക്ക് വളരെ മാറ്റങ്ങൾ നമുക്ക് നടപ്പാക്കാൻ പറ്റും. നല്ലതിലും എല്ലാവിധ വിജയാശംസകളും. നന്ദി. ഓക്കെ, സംസാരം.